അള്ളാഹുവിന്റെ പേരിലാണ് എങ്കിൽ അതിന് നിങ്ങൾ ഉറപ്പായും ഉത്തരം നൽകണമെന്നാണ്. ഉദാഹരണത്തിന്, ഒരാൾക്കൊരു സാധനം കൊടുക്കാൻ സാധിക്കും. ഒരാൾ വന്നൊരു 100 രൂപ ചോദിക്കുകയാണ്. അയാൾക്കത് കൊടുക്കാൻ അത് സാധിക്കും. മാത്രമല്ല, ഈ ചോദിക്കുന്ന വ്യക്തി അതിന് അവകാശിയാണ് എന്നെല്ലാം നമുക്കറിയാം. എങ്കിൽ അയാൾ ചോദിക്കുന്നത് ഒരു 100 രൂപ തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. പക്ഷെ ഇയാൾ ചോദിക്കുന്നത് ഞാൻ അള്ളാഹുവിന്റെ പേരിൽ താങ്കളോട് ഒരു 100 രൂപ ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് നിർബന്ധമായും കൊടുക്കണമെന്നാണ്. കാരണം അത് അള്ളാഹുവിന്റെ നാമത്തിലാണ് ചോദിക്കുന്നത്. അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ നിർബന്ധമായി അത് ചെയ്യണമെന്ന് പറയപ്പെട്ടിട്ടുള്ളത്. അത് ഏതൊരു കാര്യമാണെങ്കിലും. ഈ ഒരു ഹദീസിൽ ഒന്നാമതായി സൂചിപ്പിച്ചത്, ആരെങ്കിലും ഒരാൾ രക്ഷ ചോദിച്ചാൽ അയാൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷ നൽകണം. അത് ഒരാൾ ഉപദ്രവിക്കാൻ വരുന്നു, ആ ഉപദ്രവത്തിൽ നിന്ന് ഇയാൾക്ക് സഹായിക്കാമെന്ന് തോന്നിയിട്ടാണ് ഇദ്ദേഹം ഇയാളോട് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് സുരക്ഷ നൽകാൻ ഇയാൾ ബാധ്യസ്ഥനാണ് എന്നാണ്. മാത്രമല്ല, എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചു, ആ ആവശ്യം ഇയാളിൽ നിന്ന് ലഭിക്കുമെന്ന് ഇയാൾക്ക് തോന്നിയാൽ എങ്കിൽ അത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ചോദിച്ചാൽ ആ ഒരു കാര്യം അയാൾക്ക് ചെയ്തു കൊടുക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിവാഹം കഴിക്കുകയുണ്ടായി. ആ വിവാഹം കഴിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ച ആ ഒരു സ്ത്രീ അവർ പ്രവാചകനോട് പറഞ്ഞത് അഊദു ബില്ലാഹി മിൻക, പ്രവാചകരെ ഞാൻ താങ്കളിൽ നിന്നും രക്ഷ ചോദിക്കുന്നു എന്നാണ്. അള്ളാഹുവിനെ മുൻനിർത്തി പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകരെ താങ്കളിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് ലഖദ് ഉഅ്തു ബിഅദീമിൻ അൽഹഖീം യഹ്ലിക, താങ്കൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ മുൻനിർത്തി ഒരു വലിയ കാര്യമാണ്. അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്തതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പോകാം, നിങ്ങളുടെ വീട്ടുകാരിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ വെച്ച വിവാഹം അത് അസാധുവാക്കുന്ന ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്താണ് ഉദ്ദേശം? അള്ളാഹുവിന്റെ നാമത്തിൽ എന്ത് കാര്യങ്ങളും അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ നിർബന്ധമായും ചെയ്തു കൊടുക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇനി ഈ ഒരു ഹദീസ് ഒരാൾ മനസ്സിലാക്കി എന്തൊരു കാര്യവും നേടാൻ വേണ്ടി അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു എന്ന് തുടങ്ങിയാൽ അത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവും. ഒരാൾ അയാളുടെ കയ്യിലുള്ള ഫോൺ മേടിക്കണം, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. അയാളുടെ കയ്യിൽ നല്ലൊരു വാച്ച് കണ്ടു, ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ഈ വാച്ച് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കൊടുക്കണമെന്നുണ്ടോ? ഇബ്നു ഉതൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അയാൾ ഒരു ഉപകാരമില്ലാതെ, അയാൾക്ക് അവകാശമില്ലാതെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് കൊടുക്കണമെന്നില്ല. അയാളുടെ ഉദ്ദേശം അതൊരു യഥാർത്ഥ ഉദ്ദേശം